ഉദ്ധം സിംഗ് എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവ നക്ഷത്രം ജനിക്കുന്നത് പഞ്ചാബിലെ സുനം എന്ന സ്ഥലത്താണ്. 7-ാം വയസ്സിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതോടെ ഉദ്ധം സിംഗ് അനാഥനാവുകയും തുടർന്ന് ഒരു അനാഥാലയത്തിൽ വളരുകയുമുണ്ടായി. 1919 ഒരു 20-ാമത്തെ വയസ്സോടെയപ്പോൾ ഉദ്ധം സിംഗ് ആ അനാഥാലയം വിട്ട് പുറത്തേക്ക് വരികയാണ്. പഞ്ചാബിൽ തന്നെയുള്ള അമൃത്സറിനടുത്തുള്ള ഒരു ഫർണിച്ചർ കടയിൽ ഉദ്ധം സിംഗ് ജോലിക്ക് വേണ്ടി കയറുന്നു. എന്നാൽ അതൊരു സാധാരണ ഫർണിച്ചർ കടയായിരുന്നില്ല. രാജ്ഗുരുവും സുഖ്ദേവും ഭഗത് സിംഗും അടക്കമുള്ള വിപ്ലവകാരികൾ ഗൂഢാലോചനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഒരു പ്രധാന സ്ഥലമായിരുന്നു ഈ ഫർണിച്ചർ കട. ഈ കടയിൽ വെച്ചാണ് ഉദ്ധം സിംഗ് ഈ വിപ്ലവകാരികളെ പരിചയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതമാകെ മാറ്റിമറിക്കുന്ന സംഭവമായി മാറിയത് നമ്മൾ ഏവരും കേട്ടിട്ടുള്ള ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ 20,000-ത്തിലധികം മനുഷ്യർ സമാധാനപരമായി പ്രതിഷേധിക്കാനായി ഒത്തുചേർന്നു. അന്നേ ദിവസം ഉദ്ധം സിംഗ് എന്ന കുട്ടിയും ഉണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പട്ടാളം തോക്കുകളുമായി കടന്നു വന്നു. സാധാരണക്കാരായ ആയുധങ്ങളൊന്നും തന്നെ കൈവശമില്ലാത്ത മനുഷ്യർക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് നിലയുറപ്പിച്ചു. ജനറൽ ഡയറിന്റെ നിർദ്ദേശപ്രകാരം ആ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ വെടിവെപ്പുണ്ടായി. അന്നേ ദിവസം 379-നും 1800-നും ഇടയിൽ മനുഷ്യർ അവിടെ പിടഞ്ഞു വീണു. തിക്കിലും തിരക്കിലും പെട്ടും വെടിയേറ്റും ഒരുപാട് പേർ രക്തസാക്ഷികളുമായി. ഈ ക്രൂരമായ നടപടിക്ക് പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കേൽ ഒ ഡയറിന്റെ അനുമതിയും ഉണ്ടായിരുന്നു. ഈ നരഹത്യ കണ്ടുകൊണ്ട് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകാനായി നിന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നുവല്ലോ. തന്റെ സഹോദരങ്ങൾ നിശ്ചലമായി കിടക്കുന്നത് അവനെ അടിമുടി മാറ്റി. ഈ കാര്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച് തൊട്ടടുത്തുള്ള സുവർണ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രക്കുളത്തിലെ ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്ത് വില കൊടുത്തും കാലം എത്ര കഴിഞ്ഞാലും ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. പിന്നീട് 21 വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിൽ ചെന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത, അല്ലെങ്കിൽ ഇതിന് ഉത്തരവിട്ട മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന അന്നത്തെ പഞ്ചാബ് ഗവർണറെ വെടിവെച്ച് കൊലപ്പെട്ടു. തന്റെ പ്രതികാരത്തിനുള്ള വേദിക്കായി ഉദ്ധം സിംഗ് എന്ന് കാത്തിരുന്നു. ഇന്ത്യ കടന്ന സാമ്രാജ്യത്വത്തിന്റെ തലസ്ഥാനമായ ബ്രിട്ടനിൽ തന്നെ എത്തി. 1940 മാർച്ച് 13 പ്രതികാരത്തിനായി ഉദ്ധം സിംഗിനൊരു അവസരവും വന്നെത്തി. ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ മൈക്കേൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് നേർക്കുനേർ നിന്ന് വെടിവെച്ചുകൊണ്ടു. ആ കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായവൻ മരിക്കുന്നത് ഉദ്ധം സിംഗ് നോക്കിക്കണ്ടു. അദ്ദേഹം ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിച്ചതുമില്ല. ഉദ്ധം സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണകൾ നടന്നു. കോടതി മുറിക്കുള്ളിൽ വെച്ച വിചാരണ നടപടിക്കിടെ പേര് ചോദിച്ച ജഡ്ജിയോട് ഉദ്ധം സിംഗ് പറഞ്ഞ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നതായിരുന്നു. അയാളത് അർഹിക്കുന്നു. അയാളാണ് യഥാർത്ഥ കുറ്റക്കാരൻ. അയാളെന്റെ ജനങ്ങളുടെ മനോവീര്യത്തെ തച്ചുകെടുത്താൻ ശ്രമിച്ചതിനാൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞ 21 വർഷങ്ങളായി ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ എൻ്റെ കടമയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ രാജ്യത്തെ പട്ടിണിക്കിടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. ഞാൻ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത്. എനിക്ക് മരിക്കാൻ ഭയമില്ല. മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകുന്നതിനും വലിയ പുണ്യം മറ്റെന്താണ്? വിചാരണകൾക്കപ്പുറം 1941 ജൂലൈ 31 ബ്രിട്ടനിലെ പെൻഡൺവില്ലെ ജയിലിൽ വച്ച ഉദ്ധം സിംഗ് എന്ന വീരപുത്രൻ തൂക്കിലേറ്റപ്പെട്ടു.